പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കായികവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഭാരതീയ കലയായിരിക്കുന്ന കളരി ഫൈറ്റ്, അതിൻ്റെ ജന്മനാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തെക്കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്തോ കേട്ടെ, എന്തായാലും വിശദമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന കുറച്ച് ഗുരുക്കന്മാർ എൻ്റെ ബാക്കിലുണ്ട്. അവർ ചില പുതിയ സംവിധാനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ സംവിധാനങ്ങൾ, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ സൂചിപ്പിച്ച ആ ഒരു വിവരത്തിലേക്ക് കടക്കാൻ പോകുന്നത്, എൻ്റെ മുമ്പിൽ ധാരാളം ഗുരുക്കന്മാരെന്ന് എനിക്ക് അവരെ വിളിക്കാനാണ് താല്പര്യം. എൻ്റെ താല്പര്യം എങ്ങനെയാണ്, ഇനി അവർക്ക് എന്താണ് നമ്മോട് പറയാനുള്ളത്, എന്തൊക്കെയാണ് സമൂഹത്തിലേക്ക് പുതിയതായിട്ട് അവർ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുഞ്ഞുഗുരുക്കളുമായിട്ടാണ്. ഗുരുക്കൾ ഈ ഒരു മേഖലയുടെ ഏതാണ് പൊസിഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം, സമൂഹം കേൾക്കുന്നവരത് അറിയട്ടെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞങ്ങൾ ഭാരതീയ കലയംഗത്തിനെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്താണ് കലയംഗം? കലയംഗത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ജനങ്ങൾ കലയംഗം എന്താണെന്ന് അറിയണം. ഈ കലയംഗം എന്ന് പറയുന്നത് മുമ്പ് കാലത്ത് അത് കളരിയുടെ ഉള്ളിൽ തന്നെ നിലനിന്നിരുന്ന ഒന്നാണ് കലയംഗം. പക്ഷെ അന്ന് മുതൽ കലയംഗം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നെങ്കിലും അധിക ആളും കളരി എന്ന പേരിലാണ് പറഞ്ഞു വന്നിരുന്നത്. വാസ്തവത്തിൽ അത് കളരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ബഹുമാനപ്പെട്ട ആജി അന്നംകുട്ടി സാഹിബാണ് കലയംഗം എന്ന് വേർതിരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൻ്റെ മുമ്പ് തന്നെ കലയംഗമുണ്ട്. അപ്പം ഈ കലയംഗം ഇവിടെ പ്രായം വന്ന കുറേ ആളുകൾ അത് നടത്തിക്കൊണ്ട് വന്നിരുന്നു. പുതുതായി തലമുറയിലേക്ക് അത് എത്താതെ പോയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ആ ഒരു സംരംഭത്തെ, അതായത് കലയംഗത്തെ തലമുറയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പരിശ്രമം. അതുകൊണ്ട് ഞങ്ങൾ ഒരു വർഷത്തോളമായി ഭാരതീയ കലയംഗം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് സ്പോർട്സ് കൗൺസിൽ അംഗീകാരത്തോടുകൂടെ പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ കീഴിലായിട്ട് ഞങ്ങൾ ഭാരതീയ കലയംഗം എന്ന് പറയുന്ന ഈ കലയംഗത്തെ കുറേ ഗുരുനാഥന്മാർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള കുറേ ആളുകൾക്ക് ഞങ്ങൾ ഇതിന് പ്രാക്ടീസ് കൊടുത്തു. ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് ഞങ്ങൾ വളരെ ചുരുങ്ങിയ നിലയിൽ, ചുരുങ്ങിയ കാലയളവിൻ്റെ ഉള്ളിൽ 3 വർഷത്തിൻ്റെ ക്ലാസ് വളരെ അടിയന്തരമായി അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിൻ്റെ പേരിൽ കുറച്ചധികം ഗുരുക്കന്മാരെ തന്നെ ഞങ്ങൾ വാർത്തെടുത്തിട്ടുണ്ട്. അവർക്ക് ഞങ്ങൾ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ എന്നായിരുന്നു 29-ാം തീയതി, ഏപ്രിൽ 29-ാം തീയതി ഞങ്ങൾ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ വളരെ വിജയകരമായിട്ടാണ് ഈ കഴിഞ്ഞ വർഷം കടന്നുപോയത്. ഇനി ഞങ്ങൾ പുതുതായിട്ട് കുറേ ആളുകളെ ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഇതിനോട് താല്പര്യമുള്ള ആളുകളെ ഈ ഭാരതീയ കലയംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ ഈ കല ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒറ്റ ലക്ഷ്യം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എല്ലാ ആളുകളും, ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഈ കല ശാരീരികമായും അതുപോലെ തന്നെ മാനസികമായും ഉത്ബുദ്ധത ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കലയാണ്. ഇത് കളരിപ്പയറ്റോ കരാട്ടയോ കുംഫോ പോലെയുള്ള ഒന്നുമല്ല. ഇതിന് വ്യത്യസ്തമായ പഠനങ്ങളും വ്യത്യസ്തമായ പഠന രീതികളുമാണ് ഭാരതീയ കലയംഗത്തിനുള്ളത്. അതിന് വളരെ ശാസ്ത്രീയപരമായിട്ടുള്ള സിലബസും അതുപോലെ തന്നെ ശാസ്ത്രീയമായ പരിശീലനവും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ ഗുരുനാഥന്മാരാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്, ഞങ്ങൾ പ്രധാനമായിട്ട് ഇതിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ള ആളുകളെ 3 വർഷത്തെ പ്രാക്ടീസ്, 10 ക്ലാസ്സിൽ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് നൽകുന്ന ഒരു പുതിയ പ്ലാനാണ് ഞങ്ങൾക്കുള്ളത്. 10 ക്യാമ്പുകളിലൂടെ 3 വർഷത്തെ പ്രാക്ടീസ് നൽകുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് 3 വർഷത്തെ പ്രാക്ടീസ് പോലെ തന്നെ അത് 3 തവണകളായിട്ട് കൊടുക്കുകയാണ്. അപ്പം 30 ക്ലാസ്, 3 തവണകളായിട്ട് 30 ക്ലാസ് കൊടുക്കുമ്പോൾ
ഒരു കലയങ്ക വിദ്യാർത്ഥി പൂർണ്ണമായ ഒരു ഗുരുക്കളായി മാറും. അപ്പോൾ ആദ്യത്തെ ക്യാമ്പ് 10 ക്ലാസ്സാണ്. ആദ്യത്തെ പിന്നെ അതിൻ്റെ പ്രോഗ്രാമുള്ളത് 10 ക്ലാസ്സുകളാണ്. ഒരു മാസത്തിൽ ഒരു ക്ലാസ് എന്നുള്ള നിലയ്ക്ക് 10 ക്ലാസ്സുകൾ കൊടുത്താൽ ആ 10 ക്ലാസ്സിൻ്റെ പരിശീലനം നേടിയ കുട്ടികൾക്ക് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി നേരിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ് ഹയർ സ്റ്റഡി ആയിട്ട് സെക്കൻഡ് ക്യാമ്പ് വരുന്ന, അതായത് രണ്ടാമത്തെ കോഴ്സ് 10 ക്യാമ്പുകളാണ്. അതിൽ പാസ്സാക്കുന്നവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും. മൂന്നാമത്തത് 10 കോഴ്സ് മൂന്നാമത്തതുണ്ട്. അങ്ങനെ ആ മൂന്നാമത്തിൽ അദ്ദേഹത്തിന് നമ്മൾ മാസ്റ്റർ സർട്ടിഫിക്കറ്റ് കൊടുക്കും, അയാൾ ഗുരുക്കളായിട്ട് പ്രഖ്യാപിക്കും. ഇങ്ങനെയാണ് നമ്മുടെ പരിപാടി. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 9 വർഷത്തെ ക്ലാസ് 3 വർഷം കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ പ്രത്യേകത. കളിപ്പായിട്ടുമായിട്ടോ ഒരു മാർഷൽ ആർട്സുമായിട്ടും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, കായികം എന്നുള്ള നിലക്കല്ലാതെ. അതുകൊണ്ട് ഇത് കളരിപ്പയറ്റല്ല. ചിലരൊക്കെ ഇത് കളരിപ്പയറ്റാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് കളരിപ്പയറ്റായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ഞാൻ ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതിലേക്ക് താല്പര്യമുള്ള എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ശാരീരികമായിട്ടുള്ള കരുത്ത്, തന്ത്രപരമായ വിദ്യകൾ, എതിരാളികളെ നേരിടാനുള്ള മനോധൈര്യവും അതുപോലെ തന്നെ ശാരീരിക കഴിവും ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള ഒട്ടനേകം ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു മഹത്തായ കലയാണ് കലയങ്കം. അതിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട കലയംഗത്തിൻ്റെ സെക്രട്ടറി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കലയംഗത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ കായികപരമായ വികസനവും വളർച്ചയും മാത്രമല്ല ഭാരതീയ കലയംഗത്തിൻ്റെ ലക്ഷ്യം. അതോടുകൂടെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും ഇടപെട്ടുകൊണ്ട് സമൂഹത്തെ ഉദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും ഞങ്ങളുടെ സംഘടന പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്. കൂടാതെ സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ വളർച്ച ഉദ്ദേശിച്ചുള്ള സിമ്പോസിയവും ക്ലാസുകളും നടത്തപ്പെടാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടാതെ ഇന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ജീവിതശൈലീ രോഗം. വ്യായാമം മാത്രമാണ് അതിന് പ്രതിവിധി എന്നാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ ഏകാഭിപ്രായം. അതിലൂന്നിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഉസ്താദ് സൂചിപ്പിച്ച പോലെ ഈ കലയങ്കം എന്ന വിദ്യ കാലങ്ങളായിട്ട് ശോഷിച്ചു വരുന്നു എന്ന ഒരവസരത്തിലാണ് ഞാനും അതുപോലെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയും അബ്ദുറഹ്മാൻ പുറങ്ങ് ഉസ്താദും ഇതിനെ ജനകീയമാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക എന്നുള്ള രീതിയിൽ ഇതിനെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കൂടാതെ ഇനിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ കൂടാതെ പ്രദേശവാസികളും ഉത്തരവാദിത്തപ്പെട്ടവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഈ മഹത്തായ കല നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്നത്
തർക്കമറ്റ കാര്യമാണെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഭാരതീയ കലയംഗത്തിൻ്റെ ഖജാഞ്ചിയാണ് പുറങ്ങ് അബ്ദുറഹ്മാൻ എന്ന ഞാനാണ് പുറങ്ങ് അബ്ദുറഹ്മാൻ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾ വളരെയധികം കാലത്തെ പരിശ്രമമാണ് ഈ സംഘടന രൂപീകരിക്കാനും സ്പോർട്സ് കൗൺസിൽ അംഗീകാരം മേടിക്കാനും രജിസ്റ്റർ ചെയ്യാനും ഉള്ള ബത്തപ്പാടായിരുന്നു ഞങ്ങൾക്ക്. അതേ സമയത്ത് ഇന്ന് ഞങ്ങൾക്ക് 6 ജില്ലകളിൽ കമ്മിറ്റികളുണ്ട്. ഇനിയും 2-3 ജില്ലകളിൽ പോയി കമ്മിറ്റി ഉണ്ടാക്കുകയും ഞങ്ങൾ കേരള സ്റ്റേറ്റിൻ്റെ സ്പോർട്സ് കൗൺസിൽ അംഗീകാരം വാങ്ങാനുള്ള ബത്തപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ഞങ്ങൾ കുറച്ചും കൂടിയും കൂടുതൽ ജില്ലകളിൽ പോയി ഇത് രൂപീകരിച്ച് എല്ലാ പ്രാപ്തി നേടണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. നമസ്കാരം. ഭാരതീയ കലയംഗം ട്രഡീഷണൽ മാർഷൽ ആർട്സ് അതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഇറങ്ങിയ ഒരു സന്തോഷത്തിലാണ് പ്രിയപ്പെട്ട സ്റ്റേറ്റ് ഗുരുക്കന്മാരുടെ കൂടെ ഞങ്ങളുള്ളത്. എന്തായാലും ഈ ഒരു കല ഈ ഒരു സാഹചര്യത്തിൽ ആർക്കും ഒന്നിനും സമയമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ വർഷത്തിലൊരു 10 ക്യാമ്പോട് കൂടിയിട്ട് 10 ക്യാമ്പ് മീൻസ് ഒരു ക്യാമ്പിന് തന്നെ നമുക്കൊരു 15 ഐറ്റംസുകൾ 3 ഗുരുക്കന്മാരെയൊക്കെ നന്നായിട്ട് കിട്ടുകയും അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പിന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾ, നിങ്ങളെ മക്കൾ, നാട്ടിലുള്ള മക്കളെ ഈ ഒരു സാഹചര്യത്തിൽ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ജനത, ഒരു ആരോഗ്യം, എന്തിനും ആരോഗ്യമല്ല നമുക്ക് വേണ്ടത്, ഒരു എല്ലാ കാര്യങ്ങൾക്കും ഇടപഴകാനും എവിടെയും നമ്മുടെ ഒരു കഴിവ് തെളിയിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ. എന്തായാലും ഇതിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളും വലിയവർക്കും കടന്നു വരാം. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കിതിൻ്റെ A to Z വരെ കാര്യങ്ങൾ പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ തയ്യാറാണ്. ഓക്കെ. ഞാൻ ഭാരതീയ കലയംഗം സംസ്ഥാന മെമ്പറും മലപ്പുറം ജില്ലേൻ്റെ സെക്രട്ടറി മുഹമ്മദ് അലി കുരിക്കൽ. അപ്പോൾ ഇവിടെ ഗുരുക്കന്മാരൊക്കെ പരിചയപ്പെടുത്തി ഭാരതീയ കലയംഗം എന്നുള്ള ഈ പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൽ അത് അനിവാര്യമായൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ എത്ര നമ്മളെ രോഗം, അതിനനുസരിച്ച് നമുക്ക് മരുന്ന് മാറ്റി തരിക എന്നല്ലാതെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ രോഗമില്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കും, അതുപോലെ തന്നെ മെഡിസിൻ ഇല്ലാത്ത ഒരു ലൈഫ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കാര്യമൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അങ്ങനത്തെ ഒരു ലോകമാണ്. അപ്പം നമ്മൾ ഇതുകൊണ്ട് കാര്യമായിട്ടുള്ള രക്ഷ എന്താന്ന് വെച്ചാൽ മനുഷ്യനെ നല്ല ആരോഗ്യവാനായിട്ടും അതുപോലെ തന്നെ എന്തിനേയും ചെറുക്കാനുള്ള മനക്കരുത്ത് ഉണ്ടാക്കിയ നല്ല ശരീരം ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്ക് എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല ആരോഗ്യമില്ലാതെ. അതൊരു ഞങ്ങളുടെ ഒരു പ്രത്യേക തീരുമാനമാണ്. ആരോഗ്യമില്ലാത്തൊരു മനുഷ്യന് എത്ര സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ ഇതിലെ മക്കള് ഇങ്ങനെ ഇതിനനുസരിച്ച് പഠിച്ച് വളർന്നു വന്നാൽ അവർ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഈ കാലഘട്ടത്തിനനുസരിച്ച് ഒന്നാമത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മയക്കുമരുന്ന് അതുപോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ നീണ്ടു പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ കുട്ടികൾ അതുപോലെ തന്നെ രക്ഷിതാക്കൾ വലിയവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ മെയിൻ തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ സമൂഹത്തിൽ നല്ലൊരാളായിട്ട് വളരാനുള്ള എല്ലാ സെറ്റപ്പും ഇതിലുണ്ട് സാമ്പത്തികമായിട്ട്. അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കേണ്ടത് അതിൻ്റെ 3-ാം ഘട്ടം 2-ാം ഘട്ടമൊക്കെ പറഞ്ഞാൽ അതാണ്. ചികിത്സാ രീതി മറ്റതൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ അഭ്യാസ രീതി, എല്ലാ രീതികളും പഠിപ്പിക്കുക. അപ്പോൾ നെറ്റിപ്പരത്തി പറയല്ല, ഇതിനെ കൂടുതൽ അറിയാൻ വേണ്ടി ഗുരുക്കന്മാരെ അതുപോലെ തന്നെ ഇതിൻ്റെ ആളുകളെ സന്ദർശിച്ചാൽ എല്ലാ നിലക്കും നമുക്ക് എന്താണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വിശദമായിട്ട് നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊരു നല്ല കാര്യമായിട്ട് ഇതിൽ അണികളാകണം എന്നൊരു അപേക്ഷയാണുള്ളത്. എല്ലാവർക്കും നമസ്കാരം.